സത്യവെളിച്ചമാം എന്നേശുനാഥൻ നിറച്ചിടുമെന്നെ തൻ പ്രഭയാ. യേശുവിൻ്റെ കൂടെ നല്ലൊരു റിലേഷൻഷിപ്പിൽ തന്നെയാണ് യേശുവിൻ്റെ 12 ശിഷ്യന്മാരും. അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ അവൻ രഹസ്യമായി അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പീഡാസഹനത്തിൻ്റെ രഹസ്യം. ഈ രഹസ്യങ്ങൾ യേശു അവരോട് പറഞ്ഞപ്പോൾ അത് ആരോടും പറയരുതെന്നൊക്കെ വാൺ ചെയ്ത് പറഞ്ഞ കാര്യമാണ്. ഇതൊരു രഹസ്യമാണ്, മെസ്സിയാനിക് സീക്രസിയാണ്. അങ്ങനെ ഒരു മിശിഹാ രഹസ്യം യേശു അവരോട് മാത്രമായിട്ട് വെളിപ്പെടുത്തി. സ്വർഗത്തിൻ്റെ ചില ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് യേശുവിന് അറിയാമല്ലോ. പക്ഷെ യേശു അത് ഭൂമിയിലെ ശിഷ്യന്മാർക്കാണ് വെളിപ്പെടുത്തിയത്. എന്ത് നന്നായിട്ടാണ് യേശു അവരുടെ രഹസ്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ബന്ധത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ചില രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ബന്ധങ്ങളൊക്കെ ആഴപ്പെടുന്നത് അങ്ങനെയാണ്. ചില നല്ല ബന്ധങ്ങളിൽ ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ നമ്മൾ കുമ്പസാര രഹസ്യം പോലെ പറയില്ലേ. കേട്ടിരിക്കുന്ന ആൾ ഈ ഭൂമിയിൽ എന്തിനേക്കാളും അധികം നമുക്ക് അത് രഹസ്യമായി സൂക്ഷിക്കുമെന്ന് നമ്മുടെ ഹൃദയം കണക്ക് അതിനൊരു കുമ്പസാരക്കൂടാകുമെന്നൊക്കെ ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മളത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഈ ഭൂമിയിൽ ഏറ്റവും നല്ലൊരു സ്നേഹബന്ധത്തിന് സാക്ഷി നൽകിയ ആളാണ്. തൻ്റെ 12 പേരെ കൂടെ നടന്നവരെ അവൻ ചില രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. നമ്മൾ ഓർക്കണം, ഈ ബന്ധങ്ങളൊക്കെ ആഴപ്പെടുന്നത് രഹസ്യങ്ങളൊക്കെ പറയുമ്പോഴാണ്. അതോടൊപ്പം തന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കുമ്പോഴുമാണ്. 2 പേര് ഫ്രണ്ട്ഷിപ്പിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ 2 പേര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ബന്ധങ്ങളിലൊക്കെ ചില രഹസ്യങ്ങൾ പറയുമ്പോൾ അയാൾ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. ഈ ട്രസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അത്രത്തോളം സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇനി പറ്റിയാൽ തന്നെ ആ രഹസ്യങ്ങൾ പറഞ്ഞ ആളെ കുറച്ചും കൂടി സന്തോഷിപ്പിക്കാനും നമ്മളെയൊക്കെ കുറച്ചും കൂടി സ്നേഹത്തിലാഴ്ത്താനും ഈ രഹസ്യങ്ങൾ സഹായിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇന്ന് മനുഷ്യരൊക്കെ ഒത്തിരി ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമുക്ക് ഒത്തിരി മനുഷ്യർ സോഷ്യൽ മീഡിയയിലുണ്ടാകും, ഒത്തിരി മനുഷ്യർ നമ്മൾ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാകും, ഒത്തിരി കൂട്ടത്തിനിടയിലായിരിക്കും നമ്മൾ. പക്ഷെ നമുക്കങ്ങനെ രഹസ്യങ്ങൾ നൽകുന്ന മനുഷ്യർ വളരെ ചുരുക്കമാണ്. ഒന്ന് കണ്ണടച്ച് നോക്കിയാൽ അറിയാം, നമ്മളുടെ രഹസ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒരിക്കലും വിധിക്കാത്ത, നമ്മളെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ചില മനുഷ്യരോടാണ്. അങ്ങനെ ഒരാൾ നമുക്കുള്ള നല്ലതാണ്. ഇങ്ങനെ ചില മനുഷ്യർ ഈ ഭൂമിയിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരുടെയൊക്കെയോ മുഖങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങളൊക്കെ ഏറ്റവും പവിത്രമാണ്. ഒരുപക്ഷെ ഹൃദയത്തിൽ മരണം വരെ സൂക്ഷിക്കാൻ ദൈവം തന്ന ചില അനുഗ്രഹങ്ങളാണ് ആ ബന്ധങ്ങളെന്ന് കരുതണം. ഒരുപക്ഷെ ഒരു കുടുംബജീവിതത്തിനകത്ത് തന്നെ ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുകയും സൂക്ഷിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബജീവിതം പോലും തേൻ പോലെ മധുരമാകും, സൗന്ദര്യമുള്ളതാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശയോടെ ഞാൻ വരുന്നു നിൻ സവിധേ ആശ്രിത വത്സലനേ. ആശയോടെ ഞാൻ വരുന്നു നിൻ സവിധേ ആശ്രിത വത്സലനേ. എന്നാശ നിത്യം നിന്നിലൻ പ്രിയ ചൊരിയുക നിൻ കൃപകൾ. എന്നാശ നിത്യം നിന്നിലൻ പ്രിയ ചൊരിയുക നിൻ കൃപകൾ. ആശയോടെ ഞാൻ വരുന്നു നിൻ സവിധേ ആശ്രിത വത്സലനേ. വൻസാഗരത്തിൻ അലകൾ സമം ആർത്തിരമ്പും മനോഭാരങ്ങളും. വൻസാഗരത്തിൻ അലകൾ സമം ആർത്തിരമ്പും മനോഭാരങ്ങളും. മീതെ നടകൊള്ളും പ്രിയനൻ കൂടെ നടത്തിടുമെന്നെ അന്ത്യം വരെ. നടത്തിടുമെന്നെ അന്ത്യം വരെ. ആശയോടെ ഞാൻ വരുന്നു നിൻ സവിധേ ആശ്രിത വത്സലനേ.
ലോകത്തിൻ സ്നേഹം എൻ ജീവിതേ നിറച്ചതാം കൂരിരുൾ മാറ്റിടുവാൻ. ലോകത്തിൻ സ്നേഹം എൻ ജീവിതേ നിറച്ചതാം കൂരിരുൾ മാറ്റിടുവാൻ. സത്യവെളിച്ചമാം എന്നേശുനാഥൻ നിറച്ചിടുമെന്നെ തൻ പ്രഭയാ, നിറച്ചിടുമെന്നെ തൻ പ്രഭയാ. ആശയോടെ ഞാൻ വരുന്നു നിൻ സവിധേ ആശ്രിത വത്സലനേ. ആശയോടെ ഞാൻ വരുന്നു നിൻ സവിധേ ആശ്രിത വത്സലനേ. എന്നാശ നിത്യം നിന്നിലൻ പ്രിയ ചൊരിയുക നിൻ കൃപകൾ. എന്നാശ നിത്യം നിന്നിലൻ പ്രിയ ചൊരിയുക നിൻ കൃപകൾ. ആശയോടെ ഞാൻ വരുന്നു നിൻ സവിധേ ആശ്രിത വത്സലനേ.